നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു തൊടുകുറി വീഡിയോ ആണ്. എന്നാൽ ഈ ഒരു തൊടുകുറി വീഡിയോ ഒരിക്കലും സാധാരണ വീഡിയോ അല്ല. ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു കാരണം കൊണ്ടാണ്. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ചില നെഗറ്റീവ് ശക്തികൾ പ്രവേശിക്കാറുണ്ട്. അത് ഒരു വ്യക്തിയാകാം, ഒരു ദൃഷ്ടിയാകാം, ഒരു അസൂയയായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു അദൃശ്യ ശക്തിയായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണമില്ലാതെ നിങ്ങൾ ക്ഷീണിക്കുന്നത്, മനസ്സിന് സമാധാനമില്ലാത്തത്, ഉറക്കം ശരിയല്ലാത്തത്, ഭാഗ്യം തടസ്സപ്പെടുന്നത്, കാര്യങ്ങൾ അവസാന നിമിഷം മുടങ്ങുന്നത്. ഇത് ഒരു സൂചനയാണ്. ഇന്ന് ഈ ഒരു തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നെഗറ്റീവ് ശക്തി പ്രവേശിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മുന്നിൽ 3 ശക്തികളുണ്ട്. 1 നീലശക്തി, 2 അഗ്നിശക്തി, 3-മത്തേത് പർപ്പിൾ ശക്തി. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടശക്തികൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചുറ്റും നെഗറ്റീവ് ശക്തികൾ ഉണ്ടെങ്കിൽ അത് കാട്ടിത്തരയണമേ എന്ന് നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിച്ച ശേഷം കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ഈ 3 ചിത്രങ്ങളിൽ ഏതിലേക്കാണോ നിങ്ങളുടെ മനസ്സ് ചായുന്നത്, മനസ്സ് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്, ആ ഒരു ചിത്രം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഒപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഓരോ നാമവും നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ശക്തിയെ ഇല്ലായ്മ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാവരും ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ജെന്യുവിനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ ആയിട്ടുള്ള നീലശക്തി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് നീലശക്തിയാണ്. ഇത് വളരെ ശാന്തമായതും ദൈവികമായതുമാണ്. സംരക്ഷണത്തിൻ്റെ എനർജി സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണിത്. ഈ തിരഞ്ഞെടുപ്പ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ള നെഗറ്റീവ് ശക്തി പ്രവേശിച്ചിട്ടില്ല. പക്ഷേ ചിലരുടെ അസൂയയും ചിലരുടെ നെഗറ്റീവ് എനർജിയും നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് പറയുന്നത് നിങ്ങൾ വളരെ നല്ല മനസ്സുള്ള ഒരാളാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്ന, ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത, സത്യസന്ധതയുള്ള, മൃദുവായ ഹൃദയമുള്ള, എല്ലാവർക്കും നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ശുദ്ധമായിട്ടുള്ള മനസ്സിന് ഉടമയാണ്. പക്ഷേ ഇത്തരം ആളുകളെ ഈ ലോകത്ത് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർ നിങ്ങളുടെ നല്ല മനസ്സ് ഉപയോഗിക്കുന്നു. ചിലർ നിങ്ങളുടെ സന്തോഷം കണ്ട് അസൂയപ്പെടുന്നു. ചില സമയങ്ങളിൽ നിങ്ങളുടെ മനസ്സ് കാരണമില്ലാതെ ഡൗൺ ആവാറുണ്ടോ? അസാധാരണമായിട്ടുള്ള ക്ഷീണം നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? ചെയ്യുന്ന കാര്യങ്ങൾ അവസാന നിമിഷം തടസ്സപ്പെടാറുണ്ടോ? ചില ദിവസങ്ങളിൽ ഉറക്കം ശരിയല്ലാത്തത്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ എനർജി ഇല്ലാത്തത്, ഇതൊരിക്കലും നിങ്ങളുടെ തെറ്റല്ല. ചിലരുടെ നെഗറ്റീവ് തോട്ട്സ് ഒരു എനർജി ആയിട്ട് നിങ്ങളെ ബാധിക്കുന്നതാണ്. പക്ഷേ ഇത് ഒരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, താൽക്കാലികം മാത്രമാണ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവിക സംരക്ഷണമുണ്ട്. നിങ്ങൾ പല അപകടങ്ങളിൽ നിന്ന് അറിയാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവസാന നിമിഷം പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. അത് ഭാഗ്യം മാത്രമല്ല, അത് ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. ഒരു അദൃശ്യ ശക്തി നിങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാവരെയും പൂർണ്ണമായി വിശ്വസിക്കരുത്. നിങ്ങളുടെ മനസ്സ് വളരെ മൃദുവാണ്. പക്ഷേ എല്ലാവർക്കും നിങ്ങളുടെ മനസ്സ് മനസ്സിലാകില്ല എന്നതാണ് സത്യം. നിങ്ങളുടെ പദ്ധതികൾ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുക. അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമാകും. നിങ്ങളുടെ പദ്ധതികൾ ഒരിക്കലും എല്ലാവരോടും പറയരുത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നെഗറ്റീവ് ആളുകളിൽ നിന്നും നിങ്ങൾ അകലെയിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഊർജം വളരെ സൂക്ഷ്മമാണ്.
അതിനാൽ നിങ്ങളുടെ കൂട്ടുകാരും അന്തരീക്ഷവും വളരെ പ്രധാനമാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ ഒരു ചിത്രം നിങ്ങളോട് പറയുന്നത് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു കാര്യം അത് നടപ്പിലാകും. ഒരു പ്രശ്നം അത് അവസാനിക്കും. ഒരു പുതിയ അവസരം നിങ്ങളെ തേടി വരും. നിങ്ങളുടെ മനസ്സിന് സമാധാനം ലഭിക്കും. നിങ്ങളുടെ ജീവിതം പതിയെ നല്ല ദിശയിലേക്ക് മാറും. നിങ്ങളുടെ സംരക്ഷണം കൂടുതൽ ശക്തമാകാൻ ദിവസവും രാവിലെ ദൈവത്തെ പ്രാർത്ഥിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം. അതോടൊപ്പം തന്നെ രാവിലെ വീട്ടിൽ ഒരു ദീപം കൂടെ തെളിയിച്ചു കഴിഞ്ഞാൽ അത്യുത്തമമാണ്. നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ നിലനിർത്തുക. ഇത് നിങ്ങളുടെ ഊർജം ശുദ്ധമാക്കും. നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. 1-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമൊന്നും തന്നെയില്ല. നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾ സംരക്ഷിതരാണ്. നിങ്ങളുടെ ജീവിതം ശാന്തിയിലേക്കും സന്തോഷത്തിലേക്കും വിജയത്തിലേക്കും മാറാൻ പോവുകയാണ്. വിശ്വസിക്കുക, നല്ലത് സംഭവിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഓം നമഃ ശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്തതായിട്ട് 2-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 2-ാമത്തെ ചിത്രം എന്ന് പറയുന്നത് അഗ്നിശക്തിയാണ്. നിങ്ങൾ തിരഞ്ഞെടുത്തത് അഗ്നിശക്തിയാണ് എങ്കിൽ നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വളരെ ശക്തമായതും പരിവർത്തനവും ശുദ്ധീകരണവുമാണ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് ഊർജത്തിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് നിങ്ങളോട് പറയുന്നത്. പക്ഷേ അതൊരു ശാശ്വത അവസ്ഥയല്ല, അതൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ തടസ്സങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അവസാന നിമിഷം നടക്കാതെ പോകുന്നത്, എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ വൈകുന്നത്, മനസ്സിന് സമാധാനമില്ലാത്തത്, അകാരണമായിട്ടുള്ള വിഷമം, ഭയം, ഉത്കണ്ഠ, ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. ഇത് സാധാരണമായ ഒരു അവസ്ഥയല്ല. ചിലരുടെ അസൂയയും നെഗറ്റീവ് ചിന്തകളും ഒരു ഊർജമായി മാറി നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. ഈ തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത് ഈ നെഗറ്റീവ് സ്വാധീനം അപരിചിതരിൽ നിന്നല്ല, നിങ്ങൾ വിശ്വസിച്ച ഒരാളിൽ നിന്നാണ്. നിങ്ങളുടെ അടുത്തുള്ള ഒരാൾ നിങ്ങളുടെ വളർച്ച കണ്ടപ്പോൾ അറിയാതെ അസൂയപ്പെടുന്നു. അവർ ഒരിക്കലും അത് ഉദ്ദേശപൂർവം ചെയ്യുന്നതല്ല, പക്ഷേ അവരുടെ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചില ബന്ധങ്ങളിൽ മാറ്റങ്ങൾ അനുഭവിക്കുന്നത്, ചില ആളുകളിൽ നിന്ന് അകലം നിങ്ങൾക്ക് തോന്നുന്നത്. അഗ്നിശക്തിയുടെ യഥാർത്ഥ സന്ദേശം എന്ന് പറയുന്നത് അഗ്നിശക്തി നാശം മാത്രമല്ല, ശുദ്ധീകരണവും കൂടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനാണ്. ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പരീക്ഷണ കാലമാണ്. ഈ പരീക്ഷണം കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വലിയ മാറ്റം കാണും. നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസമുള്ള ഒരാളായി മാറും. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു നെഗറ്റീവ് ഊർജം ഇപ്പോൾ നിങ്ങളെ വിട്ടുപോകാൻ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ നല്ല മനസ്സ്, നിങ്ങളുടെ സത്യസന്ധത ഇവയെല്ലാം നിങ്ങളെ സംരക്ഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പതിയെ ശാന്തിയും സമാധാനവും നല്ല മാറ്റങ്ങളും വരാൻ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇനി മുന്നോട്ട് നിങ്ങളുടെ പദ്ധതികൾ എല്ലാവരോടും പറയരുത്. നിങ്ങൾ കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ പഠിക്കുക. നെഗറ്റീവ് ചിന്തകളിൽ നിന്നും വിട്ടു നിൽക്കുക. നിങ്ങളുടെ ചിന്തകൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തിയെ സംരക്ഷിക്കുക. വിവാദങ്ങൾ ഒഴിവാക്കുക. അനാവശ്യ ബന്ധങ്ങളിൽ നിന്ന് അകലെയിരിക്കുക. ഈ തിരഞ്ഞെടുപ്പ് പറയുന്നത് വളരെ വേഗം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമുണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ പതിയെ മാറിത്തുടങ്ങും. നിങ്ങളുടെ ഭാഗ്യം മെച്ചപ്പെടും. നിങ്ങൾ കാത്തിരുന്ന ഒരു അവസരം നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങളുടെ ജീവിതം മുമ്പത്തേക്കാൾ നല്ല ദിശയിലേക്ക് നീങ്ങും. നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയ ചില പരിഹാരങ്ങളുണ്ട്. നിങ്ങളുടെ ഊർജം ശുദ്ധമാക്കാനായിട്ട് ദിവസവും രാവിലെ ദൈവത്തെ പ്രാർത്ഥിക്കുക. വീട്ടിൽ ഒരു ദീപം തെളിയിക്കുക. നല്ല ചിന്തകൾ നിലനിർത്തുക. നന്ദി പറയുന്ന മനോഭാവം വളർത്തുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഊർജം വർദ്ധിപ്പിക്കും. നിങ്ങളോട് പറയാനുള്ള അവസാന സന്ദേശം എന്ന് പറയുന്നത് ഈ കാലഘട്ടം ഒരു പരീക്ഷണമാണ്. പക്ഷേ ഈ പരീക്ഷണത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ശക്തരാണ്. നിങ്ങൾ വിജയിക്കും.
വിശ്വസിക്കുക, നല്ലത് സംഭവിക്കും. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നന്ദി ദൈവമേ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതം ഇവിടെ നിന്ന് അങ്ങോട്ട് മാറാൻ പോവുകയാണ്. ഇനി അടുത്തതായിട്ട് 3-ാം നമ്പർ ചിത്രമായിട്ടുള്ള പർപ്പിൾ ശക്തി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് പർപ്പിൾ ശക്തിയാണ്. ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ആത്മീയ ശക്തിയും ആന്തരബോധവും ആഴമുള്ള ഊർജവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഇത് സൂചിപ്പിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പ് പറയുന്നത് നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയല്ല, വളരെ ശക്തമായ ആത്മശക്തിയുള്ള ഒരാളാണ്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശക്തമായ നെഗറ്റീവ് ഊർജത്തിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ കാരണമില്ലാത്ത ഭയമുണ്ടായിട്ടുണ്ട്. മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. അകാരണമായിട്ടുള്ള വിഷമം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അധികമായിട്ടുള്ള മാനസിക സമ്മർദ്ദം നിങ്ങൾ നേരിട്ടിട്ടുണ്ട്. ചിലപ്പോൾ ആളുകളിൽ നിന്ന് അകലം തോന്നുന്നത്, ഒറ്റപ്പെടലിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുന്നത്, ഇത്തരം അവസ്ഥകളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും. പലപ്പോഴും മനസ്സിലാകാതെ പോയിട്ടുമുണ്ടാകും. ഈ തിരഞ്ഞെടുപ്പ് പറയുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ചില നെഗറ്റീവ് ഊർജങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും ജീവിതത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തിരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത് ചിലരുടെ അസൂയയും ദൃഷ്ടിയും നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ വളർച്ച, ഇതൊന്നും ചിലർക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അവരുടെ നെഗറ്റീവ് ചിന്തകൾ ഒരു ഊർജമായിട്ട് മാറി നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും മനഃശാന്തിയെയും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കഴിവുകളെ സംശയിക്കുന്നത്, നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ വളരെ വലിയ ആത്മശക്തിയുണ്ട്. നിങ്ങൾ എത്ര പ്രശ്നങ്ങൾ നേരിട്ടാലും പൂർണ്ണമായി തകരാത്ത വ്യക്തിയാണ്. നിങ്ങളുടെ ആത്മാവ് ശക്തമാണ്. നിങ്ങളുടെ മനസ്സ് വീണ്ടും ഉയർന്നു വരുവാനുള്ള കഴിവുള്ളതാണ്. ഈ നെഗറ്റീവ് ഊർജം നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഈ തിരഞ്ഞെടുപ്പ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേഗം ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന മാനസിക ഭാരങ്ങൾ അതെല്ലാം തന്നെ പതിയെ മാറിത്തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമുണ്ടാകും. നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകും. നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സന്തോഷവും വർദ്ധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇനി മുന്നോട്ട് നിങ്ങളുടെ ഊർജം നിങ്ങൾ സംരക്ഷിക്കുക. എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളെ തന്നെ നിങ്ങൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നെഗറ്റീവ് ആളുകളിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം ഏറ്റവും പ്രധാനമാണ് എന്നത് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. ഒരിക്കലും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ചെയ്യേണ്ട ചില പരിഹാര മാർഗങ്ങളുണ്ട്. നിങ്ങളുടെ ഊർജം ശുദ്ധമാക്കാൻ ദിവസവും രാവിലെ ദൈവത്തെ പ്രാർത്ഥിക്കുക. വീട്ടിൽ ഒരു ദീപം തെളിയിക്കുക. ശാന്തമായ അന്തരീക്ഷത്തിൽ കുറച്ച് സമയം ചിലവഴിക്കുക. നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ നിലനിർത്തുക. ഇത് നിങ്ങളുടെ ആത്മശക്തി വർദ്ധിപ്പിക്കും. 3-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഈ കാലഘട്ടം ഒരു പരീക്ഷണമാണ്. പക്ഷേ ഈ പരീക്ഷണം കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മികച്ച ദിശയിലേക്ക് മാറും. നിങ്ങൾ ശക്തരാണ്. നിങ്ങൾക്ക് വലിയ ഭാഗ്യം കാത്തിരിക്കുന്നു എന്നതാണ് സത്യം. വിശ്വസിക്കുക, നല്ലത് സംഭവിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 3-ാമത്തെ ചിത്രമായിട്ടുള്ള പർപ്പിൾ ശക്തി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നന്ദി ദൈവമേ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.